വിറ്റ്നസ് ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും ചോസന നീ പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ ആഴ്ച നമ്മൾ മിഷണറീസ് ഓഫ് ചാരിറ്റി സഭാ സമൂഹത്തിലെ അനില സിസ്റ്ററിൻ്റെ അനുഭവങ്ങളും കാര്യങ്ങളുമെല്ലാമാണ് കേട്ടുകൊണ്ടിരുന്നത്. ഈ ആഴ്ചയും നമ്മളോടൊപ്പമുള്ളത് സിസ്റ്റർ അനിലയാണ്. സിസ്റ്റർ തൻ്റെ അനുഭവങ്ങളും മദർ തെരേസയുമായി ബന്ധപ്പെട്ട ചേർന്ന് പ്രവർത്തിച്ചതിൻ്റെ കാര്യങ്ങളുമെല്ലാം സിസ്റ്റർ നമ്മളോടൊപ്പം പങ്കുവയ്ക്കുകയാണ്. നമുക്ക് സിസ്റ്ററിനെ സ്വാഗതം ചെയ്യാം. സിസ്റ്റർ സ്വാഗതം. രോഗികളുടെ ശുശ്രൂഷയും അതിനുശേഷം നിങ്ങൾ തന്നെയായിരുന്നു, അല്ലെങ്കിൽ മദറിനൊപ്പം തന്നെ? മദറും ഉണ്ട് കൂട്ടത്തിൽ. ഞങ്ങളുടെ കൂട്ടത്തിൽ അത്രയും വരെ 12 മണി വരെ അവിടെ നിൽക്കും. അത് കഴിഞ്ഞ് പിന്നെ മദർ ഹൗസിലോട്ട് വരുവുള്ളൂ ഞങ്ങൾ. അത്രയും നേരം മദർ ഓരോ പേഷ്യൻസിൻ്റെ അടുക്ക ചെന്ന് നോക്കും. കൂടുതലായിട്ട് ഉള്ളവർക്ക് എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ അത് കൊടുക്കും. ക്ലീൻ ചെയ്യണ ആരെ അവരെ ക്ലീൻ ചെയ്യും എന്ന് പറയാൻ ഓരോന്നും മദർ 100-150 പേരുണ്ട്. പക്ഷേ ഒറ്റ ദിവസം കൊണ്ട് മദർ ഓരോരുത്തരുടെ അടുക്കലും പോയി മദർ ചോദിക്കും എങ്ങനെയുണ്ട്. ക്ലീൻ ചെയ്യേണ്ടവരാണെങ്കിൽ ക്ലീൻ ചെയ്യും, ഫീഡ് ചെയ്യേണ്ടവരാണെങ്കിൽ ഫീഡ് ചെയ്യും. ഓക്കെ, ഇതൊക്കെ ചെയ്തിട്ടേ ഉള്ളു. അത് കഴിഞ്ഞിട്ടേ പിന്നെ പോവുള്ളൂ. ഈ അവസാന നിമിഷം വരെ മദർ തെരേസ ഇങ്ങനെ തന്നെയായിരുന്നു? മീൻസ് ആരോഗ്യമുള്ള അവസാന സമയം വരെ? ഒരു പിന്നെ വീൽ ചെയറിലാകുന്നത് മദർ നടക്കാൻ പറ്റാതാകുന്നത് ഒരു 6 മാസത്തേനേ ഉണ്ടായിരുന്നുള്ളൂ. അതെ അല്ലേ? 6 മാസത്തേനേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ കൊണ്ടെല്ലാം മദർ ചെയ്യുമായിരുന്നു. എല്ലാം എല്ലായിടത്തും പോവുകയും. ഇത്രമാത്രം ഇത്ര റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പിന്നെ ഈ നേരത്തെ പറഞ്ഞ ഈ ജോലിയൊക്കെ ചെയ്യുമ്പോൾ മദർ തെരേസയുടെ കൂടെ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വിശുദ്ധയുടെ കൂടെയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വിശുദ്ധയാവാൻ പോകുന്ന ആളുടെ കൂടെ ഞാൻ ചെയ്യുന്നു എന്നൊരു ചിന്ത ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. അത് പ്രത്യേകിച്ച് പറയാൻ പറ്റുന്നതാണ്. അത് ഒരു അനുഭവമുണ്ട്. നമ്മൾ സാധാരണക്കാരൻ ഇതിലല്ല മദറിനെ ഒരു സാധാരണമായിട്ട് നമ്മൾ വർത്തമാനം പറഞ്ഞാലും കൊള്ളാം. മദറിന് ഏതോ ഒരു പിന്നെ എന്നതാ പറയുന്ന ഇതുണ്ടായിരുന്നു. സംതിങ് നോട്ട് നാച്ചുറൽ, സംതിങ് സൂപ്പർ നാച്ചുറൽ. ജീവിച്ചിരുന്ന കാലഘട്ടത്തിലും ഒരു സംഭവം ഒരു മാനുഷികമല്ലാത്ത രീതിയിൽ സംതിങ് സൂപ്പർ നാച്ചുറൽ. വി ക്യാൻ പിന്നെ എക്സ്പീരിയൻസ് ദാറ്റ് വൺ. മദറുമായിട്ട് ഇങ്ങനെ ടോക്ക് ചെയ്യുമ്പോൾ മദർ വൺ അറ്റ് എ ടൈം, യു ആൻഡ് മീ ഓൺലി ടു. മദർ ഓൾവേസ് ദാറ്റ് വൺ, നോ അതർ തേർഡ് പേഴ്സൺ. ദാറ്റ് വാസ് സംതിങ് ഗ്രേറ്റ്. നമ്മൾ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ സമയത്താണെങ്കിലും മദർ ഓൺലി വിത്ത് ദാറ്റ് പേഴ്സൺ, നോ അതർ. മദർ സച്ച് എ I mean all over the world, all over the things are on her head, but you are that time, you are present. ഞാനത് തന്നെ ആലോചിക്കുന്നത്. കാരണം ഇത്രയും പൊസിഷനിലിരിക്കും. ഇപ്പം മദർ തെരേസ ആ ഒരു സ്ഥാപിച്ചു ഇത്രമാത്രം. ഇപ്പം നിങ്ങൾ പറഞ്ഞു 400ഓളം സിസ്റ്റേഴ്സ് അവിടെ ഇവിടെ തന്നെ ഉണ്ട്. ഇത്രമാത്രം സേവന കേന്ദ്രങ്ങളുണ്ട്. ഇതെല്ലാം ഒരാൾ നിയന്ത്രിക്കുമ്പോൾ എങ്ങനെ ഇതൊക്കെ ഒരുമിച്ച് ചെയ്യാനും സാധിക്കുന്നു എന്നുള്ളത് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നുന്നു. അത് തന്നെ അത്ഭുതമാണെന്ന് പറഞ്ഞാൽ ഇത്രയുള്ള ഓരോ ഹൗസിലും ആണെങ്കിലും തീർച്ചയായിട്ടും പ്രശ്നങ്ങളില്ലയോ? എത്രയോ അതാ. അങ്ങനെ മദർ മരിക്കുന്ന സമയത്ത് 700 ചുല്ലുവാനോ ഹൗസസ് ഉണ്ടായിരുന്നല്ലോ. 700 കൂടുതൽ ഹൗസസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തർ നോക്കുകയാണെന്ന് വരികയിൽ ഇത് നമ്മുടെ പരിധിയിൽ, മനുഷ്യൻ്റെ പരിധിയിൽ ഇത് നടക്കും അല്ലേ? കാരണം വെച്ച് കഴിഞ്ഞാൽ അത്രമാത്രം ഒന്നെങ്കിൽ എവിടെയെങ്കിലും ഇരിക്കണം, എല്ലാ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് കൺട്രോൾ ചെയ്തൊക്കെ വരണമെങ്കിൽ ഇത് സേവനം ചെയ്തുകൊണ്ടിരിക്കുക. ഈ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും ചെയ്യുക, ഓരോരുത്തർക്ക് വേണ്ടി സമയം മാറ്റി വയ്ക്കുക. സിസ്റ്റർ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരുടെ അടുത്ത് പോയി സംസാരിക്കുന്നു പറഞ്ഞു. എല്ലാ ദിവസവും അല്ല, ഒരാഴ്ചയിലൊന്ന് ഈ പർട്ടിക്കുലർ പ്ലേസിൽ. പക്ഷെ വേറുള്ളവരുമായിട്ടുള്ളത് വേറെ ഉണ്ട്. പല സ്ഥാപനം കൊണ്ട് പോകും മദർ. പക്ഷേങ്കിൽ അന്നേരം ആരെങ്കിലും വന്നു മദറുമായിട്ട് സംസാരിക്കുന്നു മദർ ഹൗസിൽ തന്നെ, അതിനുള്ള. പക്ഷേ ഈ സൺഡേ എന്നുള്ളത് മദർ പർട്ടിക്കുലർ എല്ലാ ദിവസവും പോകുന്നു. ഈ ഒരു സേവനം സിസ്റ്ററിൻ്റെ ലൈഫിലേക്ക് എങ്ങനെ അത് പ്രചോദനാത്മകമായി? ഇപ്പോൾ ഈ 50 വർഷം നിൽക്കുമ്പോൾ സിസ്റ്റർ നോവിഷ്യേറ്റ് കാലഘട്ടത്തിലും അല്ലെങ്കിൽ ആദ്യ വർഷ കാലഘട്ടത്തിലും മദർ തെരേസയോടൊപ്പം ഇത് പിന്നീടുള്ള വർഷത്തിലേക്ക് അത് തന്നെയായിരുന്നു അല്ലേ ഊർജ്ജം മൊത്തം? അതെ. അതിനെന്ന് വെച്ചാൽ മദർ പറഞ്ഞ മദറിൻ്റെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് ചെയ്തതുകൊണ്ട് നമുക്ക് ആ അനുഭവം പിന്നെയും വരും. ഏതോ ഒരു ജോലി ചെയ്യുമ്പോഴാണെങ്കിലും പ്രാർത്ഥനയിലാണെങ്കിലും പ്രാർത്ഥിക്കുന്ന സമയത്താണെങ്കിലും അതുപോലെ തന്നെ പ്രവർത്തനത്തിൻ്റെ രീതിയിലാണെങ്കിലും അത്
ചെയ്യുന്നുണ്ട്. മദർ തെരേസ വിശുദ്ധയതിനു ശേഷം സിസ്റ്റർ ഇപ്പം എങ്ങനെയാണ് മദർ തെരേസയോടുള്ള പ്രാർത്ഥന, അല്ലെങ്കിൽ പ്രത്യേക എന്തെങ്കിലും അനുഗ്രഹങ്ങളോ അല്ലെങ്കിൽ ഒരു ശക്തി മദർ തെരേസ കൂടെ ഉണ്ടെന്നുള്ളൊരു ചിന്ത അങ്ങനെ എപ്പോഴും വരുന്നുണ്ടോ നിങ്ങളുടെ സേവനങ്ങൾ? ഒരു എക്സാമ്പിൾ പറയാം. സോ മെനി ആർ ദെയർ, ബട്ട് വൺ എക്സാമ്പിൾ. ഞങ്ങൾക്ക് പിന്നെ ഇൻഡോർ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ പിള്ളേരുണ്ടായിരുന്നു, ഒത്തിരി പിള്ളേർ, ഏകദേശം 40-45 പിള്ളേരോളം ഉണ്ടായിരുന്നു. അന്നേരം ഈ കുഞ്ഞുങ്ങൾക്കെന്ന ഒരു ദിവസമായ കുഞ്ഞുങ്ങളാണ്, അവരെ നോക്കാൻ തന്നെ ബുദ്ധിമുട്ട്, അത് പറയേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെയുള്ള സമയത്ത് ഞങ്ങൾക്ക് ഡോക്ടേഴ്സ് ഇല്ലായിരുന്നു. മദർ മരിച്ചു കഴിഞ്ഞുള്ള സമയത്താണ്. അന്നേരം ഡോക്ടേഴ്സ് ഇല്ലായിരുന്നു. എല്ലാവരും ചോദിക്കുക, അല്ലെങ്കിൽ ഓരോ ഡോക്ടേഴ്സിനെ വിളിക്കാൻ അവർക്ക് ഭയങ്കര ഫീസ് എന്ന് വേണ്ട പല ഇതിലുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്യണം പിള്ളേരെ. അതിനായിട്ടും അവർ ചിലർ സഹായിക്കും, ചിലർ സഹായിക്കില്ല. അങ്ങനെയുള്ള ഒരു ഇത്. അന്നേരം ഞങ്ങൾ റിയലി എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും ഇത് ഒരു ചെറിയൊരു സംഭാഷണമാണ് അന്നത്തെ ഞാൻ പറയുന്നത്. മദറിൻ്റെ അടുത്ത് നിന്ന് മദറിൻ്റെ ഫോട്ടോയുടെ മുമ്പിൽ നിന്ന് വെച്ച് പറഞ്ഞാൽ, മദർ യു സ്റ്റാർട്ടഡ് ദീസ് കോൺഗ്രിഗേഷൻ, നൗ യു ഹാവ് ടു ടേക്ക് കെയർ ഓഫ് ഇറ്റ്. യു നോ വാട്ട് വി ആർ ഗോയിങ് ത്രൂ. You know the difficulties, the problems, all that one you know. So please help us. അത് ഒരു മനസ്സിൻ്റെ ഇതിൽ നിന്ന് ഉള്ള പ്രാർത്ഥന. യു വോണ്ട് ബിലീവ്, വിതിൻ 3 days ഒരു ഡോക്ടർ അറിയുന്നതുമല്ല, കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ലാത്ത ഒരു ഡോക്ടർ ആ റോഡേ കൂടെ തന്നെ 15 വർഷം പോയിക്കൊണ്ടിരുന്നതാണ്. ചൊയ്ത്രം എന്ന് പറയുന്നൊരു ഹോസ്പിറ്റലിൽ ആ ഡോക്ടറിലെ അവിടുത്തെ പ്രധാന ഡോക്ടറാണ്, ചിൽഡ്രൻസ് സ്പെഷ്യലിസ്റ്റ്. ആ ഡോക്ടർ അതിലൂടെ പോയിക്കൊണ്ടിരുന്നതാണ്. പക്ഷേ അവിടെ കയറിയിട്ടില്ല. അന്ന് എങ്ങനെയാണോ എന്നറിയത്തില്ല, അവിടെ വന്നു സിസ്റ്റേഴ്സുമായിട്ട് പരിചയപ്പെട്ടു. എന്നിട്ട് ഞങ്ങൾ പറഞ്ഞു ഞാനിങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ, അത് കഴിഞ്ഞ് പിന്നെ ആ ഡോക്ടർ പല ഹോസ്പിറ്റലിൽ പിള്ളേരെ അഡ്മിറ്റ് ചെയ്യാനായിട്ട് ഡോക്ടർ തന്നെ ഞങ്ങളെ സഹായിച്ചു. ഡോക്ടർ ഫീസ് കൊടുക്കുകയില്ല, ഒന്നുമില്ല. പിന്നെ ചൊയ്ത്രത്തെ എന്ന് പറഞ്ഞാൽ പിന്നെ ഹോസ്പിറ്റലിൽ തന്നെ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് പിള്ളേർക്ക് കംപ്ലീറ്റ് എന്ന് പറഞ്ഞു. അത് അങ്ങനെ പല ഇപ്പം ഈ പറഞ്ഞപ്പോൾ എനിക്ക് മദർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഇതേപോലെയാണ് ഓരോരുത്തർ അല്ലേ അവിചാരിതമായിട്ടാണ് മദറിലേക്ക് എത്തിക്കൊണ്ടിരുന്നത്. ഒന്നെങ്കിൽ തിരസ്കരിച്ചവരായിരിക്കാം, മുൻപ് തിരസ്കരിച്ചവർ പിന്നീട് മാനസാന്തരപ്പെട്ട് വന്നിട്ടുണ്ട്, തിരിഞ്ഞു നോക്കാതെ പോയവർ ഒരിടയ്ക്ക് വന്നിട്ടുണ്ട്. ആ രീതി മദർ ജീവിച്ചിരുന്നപ്പോൾ മദറിന് അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പം അത് തന്നെയാണ് ഇപ്പോഴും മദർ മരിച്ചു കഴിഞ്ഞപ്പോഴും സിസ്റ്റർ ആ ഒരു അനുഭവം പറഞ്ഞപ്പോഴും എനിക്ക് പെട്ടെന്ന് അങ്ങനെയാണ് ഫീൽ ചെയ്തത് അല്ലേ. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഒത്തിരി മദറിൻ്റെ മരണശേഷവും ഒത്തിരി അനുഭവങ്ങൾ പേഴ്സണലി ആയിട്ടുള്ളതുകൊണ്ട് ചില സമയത്ത് ഞങ്ങൾക്ക് ഒന്നുമില്ലായിരിക്കും, പൈസ ഉണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഫണ്ട് കൽക്കട്ടയിൽ നിന്ന് തരും, അത് നേരെ. അല്ലാതെ കൊണ്ട് തന്നെയാണ് ചില സമയങ്ങളിൽ പിന്നെ സാധനങ്ങളോ ഭക്ഷണ സാധനങ്ങളോ ഇല്ലാതെ സമയങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോഴും നമ്മളിങ്ങനെ അയ്യോ ഇന്ന് ഇതില്ലല്ലോ, ഇതിൻ്റെ കുറവ് ഇന്നുണ്ട്, പിന്നെ ഒന്നെങ്കിൽ ഷുഗർ ആയിരിക്കും, അല്ലെങ്കിൽ ടീ ലീവ്സ് എന്ന് പറഞ്ഞാൽ സ്മോൾ തിങ്സ് ആയിരിക്കാം. പക്ഷേങ്കിൽ അന്ന് വൈകിട്ട് ആകുമ്പോഴത്തേന് ആരെങ്കിലും കൊണ്ടുവന്ന് ജസ്റ്റ് കൊടുത്തുന്നിട്ട് പോകുന്നു. കുറവുള്ള സാധനം എന്താണെന്ന് വെച്ചാൽ കൊണ്ടുവന്നിട്ട് ഒത്തിരി അനുഭവങ്ങൾ അങ്ങനെയുണ്ട്. ഇപ്പോഴും ഈ മദർ തെരേസയുടെ ഈ ഒരു കോൺഗ്രിഗേഷൻ ഈ പറഞ്ഞ പോലെ ദാരിദ്ര്യത്തിലൂടെ തന്നെയല്ലേ ആണോ കടന്നു പോകുന്നത്? ഞാൻ വേറെ ഒന്നുമില്ല, ഇപ്പം നമ്മുടെ മിഷൻ സമൂഹങ്ങളൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, കാലത്തിന് അനുസരിച്ചുള്ള കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ സമൂഹങ്ങളിൽ വന്നിട്ടുണ്ട്. പക്ഷേ ദാരിദ്ര്യം വ്രതമാക്കിയെങ്കിലും അങ്ങനെ ഒരു ദാരിദ്ര്യം എന്ന് പറയാനായിട്ട് ചിലപ്പോൾ ചില സ്ഥാപനങ്ങളിലില്ല. ഉള്ള സ്ഥാപനങ്ങളുണ്ട് കേട്ടോ. എങ്കിലും മദർ തെരേസയുടെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ചാരിറ്റി അല്ലെങ്കിൽ ദാരിദ്ര്യം അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ദാരിദ്ര്യത്തിലൂടെ തന്നെയാണോ കടന്നു പോകുന്നത്? ഇതുവരെയായിട്ടും അങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടില്ല, ഇല്ലാത്ത ആരെങ്കിലുമായിട്ട് എപ്പോഴും പക്ഷെങ്കിൽ ഞങ്ങൾ അതിനെ തന്നെ മദറിൻ്റെ ആ സ്പിരിറ്റ് കീപ്പപ്പ് ചെയ്യാനായിട്ട് ഇന്ന് വരെ ചെയ്യുന്നുണ്ട്. എങ്ങനെ മനസ്സിലായോ? പിന്നെ മദർ ലീവ് ആസ് എ പുവർ, ലീവ് എമംഗ് ദ പുവർ, ലീവ് ഫോർ ദ പുവർ. ആ സംഗതി ഇപ്പോഴും ഉണ്ട്. മനുഷ്യരുടെ സഹായങ്ങൾ ഈ നിമിഷം വരെ ഒരു കുറവും വന്നിട്ടില്ല. ഇല്ലാത്ത ഉള്ള സ്ഥാപനങ്ങളിലൊക്കെ ഇതുപോലെ തന്നെയാണ്. മനുഷ്യർ ഒത്തിരി സഹായങ്ങൾ തരുന്നുണ്ട്, ഒരു കുറവും വന്നിട്ടില്ല ഇതിന്. മിഷണറീസ് ഓഫ് ചാരിറ്റിക്ക് ഇപ്പോൾ എത്രത്തോളം സ്ഥാപനങ്ങൾ അതല്ലെങ്കിൽ എത്രത്തോളം സെൻറ്റേഴ്സ് കേരള ഇന്ത്യ മുഴുവൻ
സെൻറ്ററുകൾ ഇന്ത്യ മുഴുവൻ ഉണ്ടെന്ന് പറയാൻ പറ്റും? ഇന്ത്യയിൽ ഏകദേശം ഒരു 300 ഉണ്ട്. എത്ര സിസ്റ്റേഴ്സ് ഉണ്ട് മൊത്തം ടോട്ടല് ലോകം മുഴുവൻ കൂടി 5000 ഏതാണ്ട് സംതിങ് 200. 5000 സിസ്റ്റേഴ്സ് ലോകം മുഴുവനുള്ള. ഇന്ത്യയിൽ എക്സാക്ട്ലി അറിയില്ല. പക്ഷെ ടോട്ടൽ ഇത്രയാണ്. എന്തുകൊണ്ടാണ് കേരളത്തിൽ മിഷണറീസ് ഓഫ് ചാരിറ്റബിൾ സ്ഥാപനങ്ങൾ വളരെ കുറവ്? ഇല്ല, കുറവില്ല. പക്ഷേ ഇത് കോസ്റ്റൽ ഏരിയയിലാണല്ലോ കൂടുതലും ഉള്ളത്. സിസ്റ്റേഴ്സ് പക്ഷേ എനിക്ക് തോന്നുന്നു കുറവ് എന്ന രീതിയിൽ തോന്നുന്നു. ഇപ്പം ആദ്യം ആളുകൾ ചേരുന്നില്ല, സിസ്റ്റേഴ്സ് ചേരുന്നത് തന്നെ. എന്തുകൊണ്ടാണ് ഈ ഇത്രയും ഇങ്ങനൊരു ദാരിദ്ര്യം അല്ലെങ്കിൽ ഇതുപോലുള്ള സേവനം ചെയ്യേണ്ടി വരും എന്നോർത്തിട്ടാണോ യുവജനങ്ങൾ പിന്മാറുന്നത്? ഇല്ല, ഇത് കേരളത്തിലെ തന്നെ നോക്കിക്കേ, 1-2 പിള്ളേർ, ആർക്കും പോകാനുള്ള ഇതില്ല. പിന്നെ ടെക്നോളജി ഈസ് ഗോൺ അപ്പ്, ഇതെല്ലാം കൂടെ കൂട്ടി ഉള്ള ഇത് ഞങ്ങളുടെ തന്നെയല്ല, എല്ലാ കോൺഗ്രിഗേഷനിലും ഏകദേശം ഇങ്ങനെ തന്നെ വരുന്നു. എനിക്ക് തോന്നുന്നു ദൈവം കൃത്യമായിട്ട് തെരഞ്ഞെടുത്ത് അല്ലെങ്കിൽ എടുത്തു കൊണ്ടുവരുന്നവർക്കാണ് ഇപ്പോൾ സാധിക്കുന്നത് അല്ലേ? സിസ്റ്റർ ഇപ്പോൾ ഇത്രയും വർഷം, ഇപ്പോൾ 50 വർഷമായി, ജൂബിലി വർഷമാണ്. സിസ്റ്റർ ഇപ്പോൾ സിസ്റ്റർ മുഖേന അല്ലെങ്കിൽ സിസ്റ്ററിൻ്റെ അടുത്ത് ആരെങ്കിലുമൊക്കെ മിഷണറീസ് ഓഫ് ചാരിറ്റിയിൽ ചേരാൻ ആഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ടോ? ഇവിടുന്ന് തന്നെ ഞാനൊരു പ്രാവശ്യം വീട്ടിൽ വന്നപ്പം ഇവിടെ തന്നെ ഉള്ള ഒരു കൊച്ച് ഞാൻ അഡ്രസ്സ് കൊടുത്തു. അതിന് ജോയിൻ ചെയ്യണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. ആ കൊച്ചിന് അഡ്രസ്സ് കൊടുത്തു. അതിനോട് പറഞ്ഞു ഞാൻ കൽക്കട്ടയായിട്ട് കോണ്ടാക്ട് ചെയ്ത് ചെയ്യാനുള്ള. ആ കൊച്ച് ചേരുകയും ചെയ്തു. ഇപ്പം അമേരിക്കയിൽ അത് ഞങ്ങളുടെ കോൺവെൻറ്റിൽ ചെയ്യുന്നുണ്ട്. ഇപ്പം അതുപോലെ ഇപ്പം നമ്മുടെ ഈ പ്രോഗ്രാം കാണുന്ന ആർക്കെങ്കിലുമൊക്കെ മിഷണറീസ് ഓഫ് ചാരിറ്റിയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ, ഇപ്പോൾ നമുക്ക് നമ്മുടെ ഇപ്പോൾ സിസ്റ്ററിൻ്റെ ഈ അനുഭവങ്ങൾ അല്ലെങ്കിൽ മദർ തെരേസയെ കുറിച്ചൊക്കെ ഇത്രയൊക്കെ കേൾക്കുമ്പോൾ ഈ ഒരു ചാരിറ്റി സമൂഹത്തിൽ ചേരണം എന്നൊക്കെ ആഗ്രഹം ആർക്കെങ്കിലുമൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് സിസ്റ്റർ കൊടുക്കാനുള്ള ഉപദേശം എന്തായിരിക്കും? ആദ്യമായി ഈശോ വിളിക്കുന്നുണ്ടെന്ന് വരിയിൽ തീർച്ചയായിട്ടും അതൊരു ദൈവവിളിയായിരിക്കും. ഏത് ജീവിതത്തിലാണെങ്കിലും കൊള്ളാം, ദുഃഖങ്ങളും ദുരിതങ്ങളും ഉള്ളതാണ് ജീവിതം എന്നുള്ളത് സുഖങ്ങളും ദുഃഖങ്ങളും കൊണ്ട് ഉള്ള ഒരു ജീവിതമാണ്. അത് ഏത് ജീവിതത്തിൽ എടുത്താലും കൊള്ളാം, അതിൽ ഉണ്ടായിരിക്കും. പക്ഷെങ്കിൽ ഈശോയോടുകൂടി നിന്ന് ഇനി ഈശോയ്ക്ക് വേണ്ടിയിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് എത്ര ദുഃഖങ്ങളും ദുരിതങ്ങളും വന്നാലും അതിനെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. അതിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് പ്രാർത്ഥനമയമായ ജീവിതമാണ്. സിസ്റ്റർ ഇപ്പോൾ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ എന്തുകൊണ്ട് ഇവർ മിഷണറീസ് ഓഫ് ചാരിറ്റി തിരഞ്ഞെടുക്കണം, അല്ലെങ്കിൽ അങ്ങനെ തിരഞ്ഞെടുക്കേണ്ടവർക്ക് വേണ്ടി എന്തായിരിക്കും ചെയ്യേണ്ടത്? ലൈഫ് ഓഫ് സാക്രിഫൈസ്, വർക്ക് ഫോർ ദ പുവറസ്റ്റ് ഓഫ് ദ പുവർ അല്ലെ, സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ടവർക്ക് വേണ്ടി ജീവിക്കാൻ സാക്രിഫൈസ് ആണ് അതിലേറ്റവും കൂടുതൽ. ലോകത്തിലുള്ള ലോകസുഖങ്ങൾ അല്ലെങ്കിൽ ലൗകികമായ എല്ലാം മാറ്റണം. അതിനോട് ആശയമുണ്ടെന്ന് വരിൽ അതിൽ ഇത് പറ്റത്തില്ല, ഒരിക്കലും പറ്റില്ല മിഷണറീസ് ഓഫ് ചാരിറ്റി അല്ലേ. അതായത് ലൗകികമായ എല്ലാ ആഗ്രഹങ്ങളും പൂർണ്ണമായി മാറ്റണം. എനിക്ക് സിസ്റ്ററിൻ്റെ അതിൻ്റെ തീവ്രത എനിക്ക് മനസ്സിലാവണമെങ്കിൽ എനിക്ക് തോന്നുന്നു മദർ തെരേസ സിസ്റ്ററിൻ്റെ അടുത്ത് പറഞ്ഞ ആ കാര്യം അല്ലേ, അമ്മ മരിക്കാൻ കിടന്നപ്പോൾ എനിക്കൊന്ന് അമ്മേനെ കാണാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ മദർ തെരേസ വഴക്കാണ് പറഞ്ഞത് അല്ലേ. അതിനുശേഷമാണ് തലോടി കൊണ്ട് നീ അത് ദൈവം നോക്കിക്കോളൂ എന്ന് പറഞ്ഞത്. ആ ഒരു ത്യാഗം അല്ലേ, അവിടെ ത്യജിക്കണം. അത് ലൗകികമല്ല, സ്വന്തം അമ്മയാണെങ്കിൽ കൂടി ഈശോ വിളിച്ചത് അല്ലേ, നീ അവരെ വിട്ടിട്ട് എൻ്റെ പുറകെ വാ എന്ന് പറഞ്ഞ് ആ ഈശോ പിന്നാലെ പോകണമെന്നുണ്ടെങ്കിൽ അതേ വിളി, ആ വിളി തന്നെ കേൾക്കണം. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ സിസ്റ്ററെ, ഞാനിപ്പോൾ നമ്മൾ മനുഷ്യരാണ്. ഇപ്പോൾ 50 വർഷം സിസ്റ്റർ ജൂബിലി വർഷമാണ്. 50 വർഷം മദർ തെരേസയോടൊപ്പം ശുശ്രൂഷ ചെയ്ത് ആരംഭിച്ച ഈ ഒരു സമർപ്പിത ജീവിതമാണ്. ഇതിൻ്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലൊക്കെ എനിക്കിത് പറ്റുന്നില്ല, ഇട്ടേച്ച് പോയാലോ എന്ന് തോന്നിയിട്ടുണ്ട്? ഒന്നിൽ കൂടുതൽ 1-2 പ്രാവശ്യം അങ്ങനെ തോന്നിയിട്ട് സമയങ്ങൾ പറ്റുന്നില്ല മതി എന്നുള്ളതല്ലേ ഉണ്ട്. പക്ഷെങ്കിൽ അന്നേരം ഒരു വാക്ക് എൻ്റെ ഓർമ്മയിൽ വന്നത് പെട്ടെന്ന് വന്ന് എന്താ, ദൈവം നിന്നോട് കൂടിയുണ്ട്. ദൈവം അറിയാതെ കൊണ്ട് നിനക്കൊന്നും സംഭവിക്കുകയില്ല. ആ ചിന്തയാണ് എന്നെ പ്രോത്സാഹിപ്പിച്ചു പോയിട്ടുള്ളത് മുന്നോട്ട്. ആ ഒരു വാക്കിലാണ് ഇപ്പോഴും അതുപോലെ തന്നെ ദൈവം അറിയാതെ കൊണ്ട് ഒന്നും സംഭവിക്കുകയില്ല. ദൈവം കൂടെ ഉണ്ടെന്ന് വരിക ദൈവം അതെല്ലാം കൊണ്ടുവരും. പക്ഷേ എൻ്റെ കോപ്പറേഷൻ വേണം.
ഓക്കെ. ദൈവത്തിൻ്റെ ഗോഡ്സ് ഗ്രേസ് ആൻഡ് മൈ കോപ്പറേഷൻ. ഇത് സിസ്റ്ററിൻ്റെ ഒരു ആങ്ങളെയാണ്. 2 പേരായിരുന്നു, ഒരാൾ മരിച്ചുപോയി. ഈ ഉള്ള ആങ്ങളെയാണിത്. സിസ്റ്ററിൻ്റെ നേരെ മൂത്തതാണ്. ഇത് ഞാൻ ആങ്ങളയുടെ മകനാണ്. എൻ്റെ പേര് ബൈജു. ഇത് എൻ്റെ ചേട്ടനാണ്, സിബിയാണ്. ഇത് സിബിയുടെ മകളാണ് അലീന. ഇത് സിബിയുടെ ഭാര്യ. ഇത് സിബിയുടെ മൂത്ത മകൻ ആൽബിൻ. ഇത് എൻ്റെ പെങ്ങളാണ് മിനി. ഇത് പെങ്ങളുടെ ഹസ്ബൻഡ് ജോജി. ഇതാണ് ഞങ്ങളുടെ ഫാമിലി. സിസ്റ്ററിൻ്റെ ജൂബിലി നടത്തണമെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ ആഗ്രഹമായിരുന്നു. കഴിഞ്ഞ മാസം 31-ാം തീയതി അത് വളരെ ഗംഭീരമായിട്ട് തന്നെ നടത്തി. ബഹുമാനപ്പെട്ട വാണിയക്കപ്പുര പിതാവും ഉജയൻ പിതാവും ഉണ്ടായിരുന്നു. അവരുടെ കർമ്മത്തിൽ നല്ല രീതിയിൽ തന്നെ ജൂബിലി ആഘോഷപൂർവ്വമായിട്ട് തന്നെ നടക്കാൻ ഒത്തു. അത് ഞങ്ങളുടെ ഒരു വലിയൊരു അനുഗ്രഹമാണ്. ഞാൻ ഗുജറാത്തിലായിരുന്നു. അന്നേരം ചെന്ന സമയത്ത് എനിക്ക് മലേറിയ പിടിപെട്ട് ബന്ധുക്കളോ ആരും ഇല്ലാത്ത സമയത്ത് സിസ്റ്ററിൻ്റെ കോൺവെൻറ്റ് അവിടെയുണ്ട് സൂററ്റിൽ. അവർ വന്ന് എന്നെ കൊണ്ടുപോയി ഒത്തിരി ചികിത്സിച്ച് അവരെനിക്ക് വേണ്ട കെയറും മരുന്നുമൊക്കെ തന്ന് അവർ ഞങ്ങൾക്ക് വേണ്ടി ഒത്തിരി സഹായം ചെയ്തു, എനിക്ക് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് സിസ്റ്റർ എന്നെ വന്ന് ഇൻഡോറിൽ കൊണ്ടുപോയി 2 മാസം എന്നെ അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. എനിക്ക് വേണ്ടി ഒത്തിരി ത്യാഗം ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും സിസ്റ്റർ അനിലയാണ്, പക്ഷേ ഞങ്ങൾക്ക് കുഞ്ഞമ്മയാണ്. ഞാൻ കുഞ്ഞമ്മയെന്നാണ് വിളിക്കാറ്. സിസ്റ്റർ എന്നുള്ളൊരു പരാമർശം ഞങ്ങൾക്കില്ല. ഒരുപാട് സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും കുഞ്ഞമ്മയുടെ വരവെന്ന് പറഞ്ഞപ്പോൾ അടിയും പറഞ്ഞ പോലെ തന്നെയാണ്. ഞങ്ങൾക്ക് വലിയൊരു ഉത്സവമാണ്. ബന്ധുക്കളും വരാനും പോകാനും പഴയ ബന്ധങ്ങളുമൊക്കെ ഒന്ന്, പിന്നെ കുടുംബചരിത്രമൊക്കെ പ്ലാപ്പള്ളി ഫാമിലിക്ക് തന്നെ കുടുംബയോഗമൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ തന്നെ വലിയൊരു ഒത്തുകൂടലൊക്കെ വല്ലപ്പോഴും നടക്കുന്ന. പക്ഷേ കുഞ്ഞമ്മ വന്നു കഴിയുമ്പം അവിടുന്ന് ഇവിടുന്നെല്ലാം ആൾക്കാർ വരും. അപ്പം കഴിഞ്ഞ ജൂബിലി തന്നെ അത് വലിയൊരു തെളിവായിരുന്നു. വിപുലമായൊരു ആഘോഷമായിരുന്നു. ഒരുപാട് ദൂരെ നിന്നൊക്കെ അകലത്തിലുള്ള ബന്ധുക്കളൊക്കെ വരെ വന്ന് സഹകരിച്ചു. സിസ്റ്ററെ, ഈ മദർ തെരേസ ഉണ്ടായിരുന്ന സമയത്താണല്ലോ ഈ ഒരു മിഷണറീസ് ഓഫ് ചാരിറ്റി സ്ഥാപിക്കുന്നത്. അന്ന് എഴുതി വെച്ച നിയമങ്ങൾ അത് തന്നെയാണോ ഇന്നും ഫോളോ ചെയ്യുന്നത്? അതായത് ഈ ഒരു കാലഘട്ടം അനുസരിച്ച് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടോ? ഒന്ന് കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്. അത് ഒന്ന് പിന്നെ ഫാൻ ഉപയോഗിക്കുന്നില്ലായിരുന്നു. ഇപ്പോൾ ഒരു 5-8 വർഷമായിട്ട് എന്താണെന്ന് വെച്ചാൽ അത്രയും അസഹനീയമായ ചൂട് ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് ഫാൻ അനുമതി. 5 വർഷങ്ങൾക്ക് മുമ്പ് അല്ല 5-8 വർഷങ്ങൾക്ക് മുമ്പ് വരെ ഒരാളും ഫാൻ ഉപയോഗിക്കാൻ പാടില്ല. ഇല്ല, എല്ലാം പേഷ്യൻസിനുണ്ട്, സിസ്റ്റേഴ്സിന് പാടില്ല എന്നാണ്. സിസ്റ്റേഴ്സിന് ഇല്ലായിരുന്നു. ഫാൻ ഇല്ല, എവിടെയായാലും ഏത് ചൂടത്തായാലും ഇല്ലായിരുന്നു. സിസ്റ്റർക്ക് അങ്ങനെയായിരുന്നു. മദർ മരിക്കുന്നിടം വരെ മദറിൻ്റെ റൂമിൽ ഫാനില്ലായിരുന്നു. അതും മദർ താമസിച്ചിരുന്ന ആ സമയത്ത് പിന്നെ ഈ കൊയില കൊണ്ടുള്ള ചൂളയാണ് ഇത് ഫസ്റ്റ് ഫ്ലോറിൽ ഗ്രൗണ്ട് ഫ്ലോറിലുള്ളത്. അവിടെ അതിൻ്റെ മുകളിലായിരുന്നു മദറിൻ്റെ റൂം. അപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് ഓർത്ത് നോക്കിയാൽ എന്തായിരിക്കും ചൂട്? ആ ചൂടിൽ മദർ അതിൻ്റെ അകത്തായിരുന്നു. ആ റൂമിൽ ഒരു ചെറിയൊരു റൂം അതിൻ്റെ അകത്ത്. അന്നേരം മദർ ഫാൻ ഉപയോഗിച്ചില്ല. മരിക്കുന്ന വരെ മദർ ഫാൻ ഉപയോഗിച്ചിട്ടില്ല. ആ ഒരു സഹനം അത് ഈശോയ്ക്ക് വേണ്ടി കാഴ്ചവെക്കാൻ വേണ്ടി സിസ്റ്ററും ഒരുപാട് വർഷം ഫാനിലാണ്ട്. ഇപ്പോൾ ഒരു 4-5 വർഷമായി ഞങ്ങൾക്ക് പിന്നെ ഫാൻ കിട്ടിയിട്ട്. അപ്പോൾ അതിനു മുമ്പ് ഈ ചൂടൊക്കെ അസഹനം. ഇപ്പോൾ ചൂട് കാലം കയറുമ്പോൾ നേരത്തെ കുളിച്ച് അതല്ലേ ഒരു സാക്രിഫൈസ്. അത് റിയൽ സാക്രിഫൈസ്. ഞാൻ കേട്ടിട്ടുണ്ട് മദർ ഉപയോഗിക്കുന്ന ഇപ്പോൾ ഈ വസ്ത്രത്തിൻ്റെ തുണിയൊക്കെ വളരെ പഴകിയതും അല്ലെങ്കിൽ ഏറ്റവും വില കുറഞ്ഞ തുണിയായിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ ഈ സാരി പിന്നെ ഇപ്പോഴും അന്നും ഇത് തന്നെയാണ്. ഈ തുണിയൊക്കെ ഏറ്റവും വില കുറഞ്ഞ തുണിയാണ് എടുക്കുന്നത് അന്ന്. പക്ഷേ ഇപ്പോൾ ഇതിന് വില കൂടുതലാണ്.
അതെല്ലേ. ഇപ്പം ഇതിന് വില തുണിക്ക് വില കൂടുതലാണ്. അന്ന് വെറും 10 രൂപ 5 രൂപയൊക്കെ ആയിരുന്നു അന്നത്തെ ആ തുണിക്ക് നിങ്ങളുടെ വില. വരുന്നല്ലേ. ഇന്ന് ആരും നിയമം, ഫാനിന്റെ നിയമം. അപ്പൊ ഫാൻ ഇല്ലാണ്ട് ഈ 5-8 വർഷമായുള്ളൂ നിങ്ങൾ എല്ലാവരും ജീവിച്ചിട്ട് ഫാനോട് കൂടി ജീവിക്കാൻ തുടങ്ങി. സിസ്റ്റേഴ്സിന് പേഷ്യൻസിന് വേണ്ടിയിട്ട് എല്ലാം സൗകര്യം. മറ്റെന്തായിരുന്നു? വേറെ എന്തായിരുന്നു? മൊബൈൽ ഇപ്പോൾ ഉപയോഗിക്കാം. ഇപ്പോഴും എന്ന് പറഞ്ഞാൽ ഹൗസിൽ മാത്രം ഒരു ലാൻഡ് ലൈനാണ്. ലാൻഡ് ലൈൻ ഉണ്ടായിരുന്നു. അത് കൂടാതെ കൊണ്ടൊരു ഇപ്പം ഒരു മൊബൈലും കൂടെ, ലാൻഡ് ലൈനിൽ മൊബൈലുണ്ട്, അത്രേ ഉള്ളൂ ഒരു ഹൗസിലേക്ക്. പിന്നെ കമ്പ്യൂട്ടർ വന്നു. എല്ലാ ഹൗസിലും ആയിട്ടില്ല. കുറേ ഹൗസ് ഡിജിറ്റൽ ലോകമൊക്കെ വളരെ കുറവാണ് അല്ലേ. പാവപ്പെട്ടവരോട് കൂടി ഇപ്പോൾ ജീവിക്കുക, അവരുടെ കാര്യങ്ങൾ മാത്രം നോക്കുക, അവരുടെ സേവനം ചെയ്യുക, അതാണ് ഇതുമായി ബന്ധപ്പെട്ട് പോകുന്നത് അല്ലേ. സിസ്റ്ററിന് എത്ര എണ്ണം ഉണ്ട് ഈ ഡ്രസ്സ് നിങ്ങൾക്ക്? ഈ ഒരു 2 ഡെയിലി ഞങ്ങൾ വാഷ് ചെയ്യും. ഡെയിലി എന്ന് പറഞ്ഞാൽ എക്സ്ചേഞ്ച് 2 സെറ്റ്. 2 ഉള്ളൂ? 2 സെറ്റ്. ദെൻ തേർഡ് വൺ ഈസ് ദെയർ. അത് എന്തെങ്കിലും പിന്നെ എങ്ങനെ കീറിയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഉപയോഗിക്കാൻ പറ്റാതെ വരുമ്പം അന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് തേർഡ് വൺ അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ ഡെയിലി യൂസ് 2 അതിൽ കൂടുതൽ പാടില്ല. ഇല്ല, കഴുകി ഉപയോഗിക്കണം. ദിവസവും കഴുകും, ദിവസവും കഴുകി ഉപയോഗിക്കണം. അത് തന്നെയാണ് അല്ലേ. ഓക്കെ, എന്തായാലും സിസ്റ്ററെ ഒരുപാട് സന്തോഷം. കാരണം ചോസണിൽ തന്നെ ഈ ഒരു പ്രോഗ്രാമിൽ ആദ്യമായിട്ടാണ് ഒരു മിഷണറീസ് ഓഫ് ചാരിറ്റിയിലെ ഒരു സിസ്റ്റർ അനുഭവം പങ്കുവെക്കുന്നത്. അതുപോലെ എനിക്കൊന്ന് കുറേ പ്രേക്ഷകർക്കും ആദ്യത്തെ ഒരു അനുഭവമായിരിക്കണം. കുറേ കാര്യങ്ങൾ ഇതുപോലെ അറിയാം. കാരണം സിസ്റ്റേഴ്സിന് ഒരുപാട് കേട്ടിട്ടുണ്ട്, നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ നിയമങ്ങളും ഇതേപോലെ ഇത്രമാത്രം എളിമയുടെ തലത്തിൽ അല്ലെങ്കിൽ ഡൗൺ ടു എർത്ത് രീതിയിലാണ് ഇപ്പോഴും നിങ്ങൾ ജീവിക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ, ഈ ഒരു ആധുനിക ഈ ഒരു ഡിജിറ്റൽ ലോകത്തിലും. പിന്നെ വേറൊന്നും കൂടെ ഉണ്ട്. ഓരോരുത്തർക്കും ഒരു പ്രത്യേക സ്ഥാനമില്ല. നീ ഒരു പാവപ്പെട്ട കുടുംബത്തിലാണെങ്കിലും കൊള്ളാം, ഒരു എന്നെ പറയുന്ന അതിൻ്റെ കുടുംബത്തിൽ വന്നാണെങ്കിലും ഈക്വൽ. ഓക്കെ, ഇപ്പോഴും സ്ഥാനത്തിനൊരു ഇതില്ല. സ്കൂളുകളിലാണെങ്കിൽ പ്രിൻസിപ്പളായിട്ട് അവർക്കൊരു വലിയൊരു പൊസിഷൻ. ഇത് എല്ലാവർക്കും ഒരേ ഭക്ഷണം, ഒരേ ഇത് എല്ലാം ഈ നിമിഷം വരെ. സഭയ്ക്കുള്ളിൽ പോലും നിങ്ങളുടെ അങ്ങനെ ഒരു പോസ്റ്റുകൾ ഉണ്ടെങ്കിലും കൂടി എല്ലാവരും ഒരേപോലെ അത് ഇതുവരെ ഈ നിമിഷം വരെ അങ്ങനെയാണ്. ആരും ഇങ്ങനെ മേളിൽ താഴെ അങ്ങനെയൊന്നുമില്ല. സുപ്പീരിയർ ജനറലായിട്ട് ഇപ്പം സിസ്റ്റർ ജോസഫ് ആയിരിക്കും, നിങ്ങൾ അറിയുമായിരിക്കും. ജോസഫ് 2. പക്ഷെ പുള്ളി ആയിരിക്കും ആദ്യത്തെ ഇത്. ഈ പറഞ്ഞ മദറിൻ്റെ പോലെ തന്നെ എല്ലാ ആഴ്ചയിലും പുള്ളി പോവും. ക്ലീനിങ് ദ ടോയ്ലറ്റ്, ക്ലീനിങ് ദ പേഷ്യൻസ്, നമ്പർ 1 ആള് അല്ലേ. ആ ഒരു മദർ തെരേസ ചെയ്തത് ഇപ്പോഴും ആ ടോപ്പ് നിൽക്കുന്ന ആള് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഏറ്റവും താണ ജോലി. അല്ലെങ്കിൽ ഞാനിപ്പോൾ സുപ്പീരിയർ ജനറലാണ്, അതുകൊണ്ട് എനിക്കത് യാതൊരു ഇതുമില്ല. എല്ലാവരുടെയും അടുത്തും എല്ലാവരുമായിട്ടും, എല്ലാ സിസ്റ്റേഴ്സുമായിട്ടും പാവങ്ങളുമായിട്ടും എല്ലാവരുമായിട്ടുള്ള ഒരേപോലെ. എനിക്കൊന്ന് ഈശോ ഉണ്ടായിരുന്ന സമയത്ത് ഈശോ പറഞ്ഞ കാര്യം, നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ ഏറ്റവും. ഞങ്ങൾ തന്നെ പല പ്രാവശ്യം നോവിഷേറ്റിലായിരുന്നപ്പം പിന്നെ പല പ്രാവശ്യം അധിഷ്ഠിച്ചിട്ടുണ്ട്. പ്രസിഡൻസ് പിന്നെ ഈ വരുമ്പോൾ മദർ ഇങ്ങനെ ഇതുപോലെ തന്നെ ഒരു വരാന്തയിൽ ഔട്ട്സൈഡിൽ ഇരുന്ന് അവരുമായിട്ട് സംസാരിക്കുന്ന ഇതുപോലെ ഇരുന്ന് ഒരു പ്രത്യേക ഇതൊന്നുമില്ല. ഒരു ചെറിയ സ്റ്റൂളും അല്ല, എന്നാ പറയുന്നത്, ഇങ്ങനെ തീരുതിലാണ് അവിടെ സിറ്റ് ഔട്ട് ഇപ്പോഴും ഉണ്ടത്. അവിടെ ഇരുന്നുകൊണ്ട് മദർ ഒരു പൂവർ പിന്നെ കയറി വന്നാലും ആ മനുഷ്യനും അവിടെ തന്നെ ഇരിക്കണം. ഇന്ത്യൻ പ്രസിഡന്റ് ആയാലും പാവപ്പെട്ടവനായാലും ഇരിക്കേണ്ടത്. ഇതൊക്കെ അനുഭവങ്ങളാണ്. ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കണ്ടിട്ടുള്ള അനുഭവങ്ങളാണിത്. മദറിൽ നിന്ന് ഏറ്റവും പാവപ്പെട്ടവർക്ക് മദർ തെരേസ അത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുത്തു. ഞങ്ങൾ ഒരു പ്രാവശ്യം പിന്നെ കാലിക്കട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പം പിന്നെ ഏതാണെന്ന് ഞാനിപ്പോൾ ഓർക്കുന്നില്ല, ഒരു രാഷ്ട്രപതിയായിരുന്നു വന്നത്. അതായത് ഒരു മാസത്തേന് വന്ന് ഞങ്ങൾ ആർക്കും സിസ്റ്റേഴ്സിന് ആർക്കും അറിയത്തില്ലായിരുന്നു ആളാരാണെന്നുള്ളതും. ഇതുപോലെ ഒരു ഓർഡിനറി മനുഷ്യനായിട്ട് വന്ന് വർത്തമാനം പറയും. മദർ കൊണ്ടുപോയി മദറിൻ്റെ കൂട്ടത്തിലല്ലേ ഞങ്ങളുടെ കൂട്ടത്തിൽ പോവും നിർമ്മല ഹൃദയ ക്ലീൻ ചെയ്യാനായിട്ട്. അതെല്ലാം ക്ലീനെല്ലാം ചെയ്ത് ഞങ്ങളുടെ കൂട്ടത്തിൽ തിരിച്ചു വരും. ആ ആൾ ഒരു മാസം ഹോട്ടലിൽ താമസിച്ചു. പക്ഷേ എല്ലാ ദിവസവും വന്ന് മദറിനെ വന്ന് കാണും, മദറിനുമായിട്ട് വർത്തമാനം പറയും. മദറുമായിട്ട് വർത്തമാനം പറഞ്ഞേച്ച് കാലിക്കട്ട് എന്ന് പറഞ്ഞ ആ സ്ഥലത്ത് പോയി
സേവനങ്ങൾ സേവനം ചെയ്യും. അവസാനമാണ് ഞങ്ങൾ അറിയുന്നത് ഈ ആൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോഴാണ് ഞങ്ങൾ ഇന്ത്യയിലാണോ മറ്റു രാജ്യത്തെ? മറ്റേ പുറത്തെ പുറത്തെ രാജ്യത്തെ ഒരു രാജ്യത്തെ, അല്ലേ? ഇന്ത്യയിലല്ല, പുറത്തെ രാജ്യത്തെയാണ്. ഇവിടെ വന്ന് ഇങ്ങനെ സേവനം ചെയ്തു പോയിട്ടുണ്ട്. ഓ, ഒത്തിരി പേര് ഒത്തിരി 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 അങ്ങനെ. എന്തായാലും സിസ്റ്ററെ ഒരു വലിയൊരു അനുഭവമായിരുന്നു. സിസ്റ്ററിൻ്റെ അനുഭവം മദർ തെരേസയോടൊപ്പം ജോലി ചെയ്തു എന്നൊരു വലിയ അനുഭവം. ഞങ്ങളെ സംബന്ധിച്ചോളം മദർ തെരേസ ഒരു വിശുദ്ധയുടെ ഒപ്പം ജോലി ചെയ്ത ഒരു സിസ്റ്ററുമായിട്ട് ഇതേപോലെ ഇരുന്ന് അഭിമുഖം ചെയ്യാൻ സാധിച്ചു എന്നുള്ള വലിയൊരു ഭാഗ്യവും. എന്തായാലും ചോസൻ എന്ന ഈ ഒരു പ്രോഗ്രാമിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഭാഗ്യം തന്നെയാണ് ഇന്ന് സിസ്റ്ററിന് കിട്ടിയത്. എന്തായാലും ഇത്രയും നേരം സിസ്റ്റർ ഈ ഒരു കോൺഗ്രിഗേഷൻ സഭയെക്കുറിച്ചും സിസ്റ്ററിൻ്റെ സഭ പ്രവർത്തനങ്ങളെക്കുറിച്ചും മദർ തെരേസനെ കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളുമായി ഷെയർ ചെയ്തു. എന്തായാലും ഒരുപാട് നന്ദി സിസ്റ്ററെ. താങ്ക് യു. നിങ്ങൾക്ക് ഒരുപോലെ അതുപോലെ തന്നെ ഞാനും നന്ദി പറയുന്നു. ഇത് നിങ്ങൾ ഇരിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ആരെങ്കിലും ഇത് നോക്കുന്നത് കാണും, തീർച്ചയായിട്ടും അവർക്കും ഈ അനുഭവം. ഓക്കെ ഓക്കെ, തീർച്ചയായിട്ടും. പക്ഷേ കാണുന്നതും കേൾക്കുന്നതും ആയിട്ടുള്ള അനുഭവത്തിൽ നിന്ന് ഒത്തിരി വ്യത്യാസമുണ്ട്. അതെ, തീർച്ചയായിട്ടും. അത് ആ അനുഭവം അല്ലേ, അടുത്ത് വന്ന് അറിഞ്ഞ് അല്ലേ, അതിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. ഓക്കെ സിസ്റ്ററെ, താങ്ക് യു. താങ്ക് യു വെരി മച്ച് ആൻഡ് ഗോഡ് ബ്ലെസ് യു.